പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒത്തിരി ദിവസമായല്ലോ ജിഫിനെ കണ്ടിട്ട്, എന്താ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടാത്തെ എന്നൊക്കെയുള്ള ചോദ്യം തുരുതുരാ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ ആവാൻ കാരണം നമ്മുടെ ഫാമിലിയിൽ ഈ അടുത്തൊരു മരണം നടന്നു. അപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട അടുത്ത റിലേറ്റീവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. നമ്മളെപ്പോഴും മോർണിംഗ് ടു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് വരെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ഒരു വ്ളോഗ് കാണാം. അപ്പോൾ നമുക്ക് കറി വെക്കണം. ഇപ്പോൾ ട്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ടത്തേക്ക് കറി വൈകിട്ട് വെക്കാമെന്ന് ഓർത്തു, രാത്രിത്തെ കറി. അപ്പം കുഞ്ഞ് കക്ക മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ കക്കിറച്ചി എന്ന് തന്നെയല്ലേ പറയുക എല്ലാവരും ഇതിനെ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കക്കിറച്ചി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കക്കിറച്ചിയിൽ കുറേ ഇങ്ങനെ കമ്പും കോലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പെറുക്കി കളഞ്ഞ ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഊറ്റുന്ന പാത്രത്തിലേക്ക് ഇടാം. ഏറ്റവും എളുപ്പമായിട്ട് കക്കിറച്ചി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ പറയണത്. എന്നിട്ട് അതിലേക്ക് അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുക. വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ അഴുക്ക് മണ്ണും ഒക്കെ താഴേക്ക് പോകുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. പൈപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ അലമ്പി കഴുകുക. അലമ്പി കഴുകുക എന്ന് വെച്ചാൽ കുളമൊക്കെ കഴുകാൻ നല്ല നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒലച്ചൊലച്ച് ഇങ്ങനെ കഴുകി കൊടുക്കുക. അപ്പോൾ കണ്ടോ, അതിൽ അഴുക്കെല്ലാം പോകും. ഇതിൽ മണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ, മണ്ണും കുഞ്ഞു കല്ല് ചെള്ളയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് പോകുന്നത്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു തരി മണ്ണൊക്കെ ഉണ്ടാവും. ഇതൊരു 5-10 പ്രാവശ്യം കഴുകിയാൽ മാത്രമേ ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് മണ്ണ് കടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതിങ്ങനെ കഴുകി എടുക്കണം. കുറേ പണിയുണ്ട്. നമ്മൾ ചെമ്മീനോ കൂന്തലും ഒക്കെ കഴുകുന്ന പോലെയല്ല, അതിൻ്റെ ഇരട്ടി തവണ നമുക്കിതൊന്ന് കഴുകണം. അപ്പോൾ ഞാൻ കുക്കറിൽ ചെറുപയർ വേവാൻ വെച്ചിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തെ ഒരു വ്ളോഗാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു സമയം ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ അവിടെ വേകാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ ഊണിന് വരെയുള്ള ചോറേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ഒരു 4 നാഴി അരിയിട്ട് തിളപ്പിച്ച് വെച്ചതാണ്. അത് ചോറ് വാർത്തിടാണ്. നിങ്ങൾക്കറിയാലോ ചോറ് വാർക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണെന്ന്. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പയർ ഒരു 5 വിസിലായപ്പോഴത്തേനും ഞാൻ ഓഫ് ചെയ്തു. നന്നായിട്ട് വേഗണം. നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രീസായി പോവില്ലേന്ന്. ഫ്രീസ് ആകും, പക്ഷെ നമ്മളത് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ശർക്കര ഉരുക്കി വെച്ച പാത്രം ഇറക്കി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇത് നമ്മുടെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. അപ്പോൾ ശർക്കര ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കി വീണ്ടും ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിലേക്കാണ് ഇപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ടത്. എന്നിട്ട് ഇപ്പോൾ കുക്കറിലിട്ട് അടിച്ച് വേവിച്ച നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേകണം കേട്ടോ. ഇതിൽ ചെറുപയർ നല്ല അസലായിട്ട് വെന്താലേ നമ്മുടെ ചെറുപയർ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ജോക്കുട്ടനാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആള്. എനിക്ക് ചിലപ്പോൾ തോന്നുകയെ ഞാനും ജോക്കുട്ടനും ഏകദേശം ഒരേ ടേസ്റ്റാണ്. ഞങ്ങൾക്ക് മധുരം ഇഷ്ടമാണ്. അതായത് പായസം, അതുപോലെ തന്നെ നാടനായിട്ടുള്ള കാര്യങ്ങൾ, കപ്പപ്പുഴുക്ക്, അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അന്നയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നമുക്കിത് വെക്കണ കാര്യം പറയാം. എന്നിട്ടൊരു 2 കൈപ്പിടി തേങ്ങാപ്പീര അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ഇച്ചിരി ചുക്ക് പൊടിച്ചത്, ഒരു നുള്ളു ചുക്ക് പൊടിച്ചത്. അപ്പം ഞാൻ ചുക്ക് പൊടിയാണ്ടായപ്പോൾ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണ് കേട്ടോ. അതാണ് കേട്ടോ അത് അങ്ങനെ ഇരിക്കണത്. ഒരു കുഞ്ഞു കഷ്ണം, നമ്മുടെ ഈ എന്താ പറയുക, ഒരു കുഞ്ഞു പഞ്ചസാര പഴത്തിൻ്റെ അത്രയുള്ളൊരു കുഞ്ഞു കഷ്ണം ചുക്ക് അതിലേക്ക് പൊടിച്ചിടുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അവിടെ നിന്ന് തിളക്കട്ടെ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് കക്കിറച്ചി കഴുകി അവിടെ വേഗം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അല്ലല്ല വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്കതിനി വേഗം വേണ്ടി വെക്കാം. ഞാനിവിടെ വെള്ളമൊക്കെ കളഞ്ഞെങ്കിലും കക്ക, കൂന്തൽ, ചെമ്മീൻ എന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പം അതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഇത് പൊട്ടിക്കക്കയാണ് കേട്ടോ, കുഞ്ഞിക്കക്കയാണ്, ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വലിയ കക്കയാണെങ്കിൽ ഇങ്ങനെ ഞെക്കി അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് കളയേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഒന്നും ചെയ്യണ്ട. കക്ക മാത്രം കൊണ്ടുവരുന്നൊരു ചേട്ടനുണ്ട് നമ്മുടെ ഇവിടെ. ആ പുള്ളിക്കാരൻ ഇങ്ങനെ
കക്കയിട്ട് വരും. കക്ക എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ടാണ് ആ ചേട്ടൻ വരുന്നത്. അപ്പോൾ ആ പുള്ളിയുടെ അടുത്തുനിന്ന് മേടിച്ചാണ്. കുഞ്ഞിക്കൊക്കെ ആകുമ്പോൾ എളുപ്പമാണ്, ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, ഉള്ളിലഴുക്കൊന്നും കളയണ്ട കേട്ടോ. എന്നിട്ട് ഇതാ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേഗം വയ്ക്കാം. അത് അത്യാവശ്യം വേവുള്ളൊരു സാധനമാണ്. ഒരു 10-20 മിനിറ്റ് നന്നായിട്ടത് വേകണം. കണ്ടോ, വെള്ളം കുറേ വാർന്ന് കളഞ്ഞെങ്കിൽ അതിൽ നിന്ന് വീണ്ടും വീണ്ടും പിന്നെ വെള്ളം ഇറങ്ങി വരികയാണ്. അപ്പോൾ കക്ക അവിടെ നിന്ന് വേകുന്നുണ്ട്. നമ്മുടെ പായസം തിളച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് തണുത്ത് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേനും പിള്ളേർക്ക് കൊടുക്കാം കേട്ടോ. മക്കളൊക്കെ ഉറങ്ങാണ് കേട്ടോ. അന്നക്കുട്ടി പയ്യെ എണ്ണീറ്റ് വരുന്നുണ്ടായിരുന്നു. ഞാൻ എണ്ണീറ്റ് പോന്നപ്പോഴത്തേനും ഉച്ചയ്ക്ക് ഞാനും ഒന്ന് കിടന്നുറങ്ങി. നമ്മളിപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യം, പോയിട്ടൊക്കെ വന്നപ്പോഴത്തേനും നമ്മളും കുറച്ചൊക്കെ അവശതയാണ്, മെൻ്റലി കുറച്ച് ഡൗൺ ആണ്. അതൊക്കെ മാറുമല്ലേ സാഹചര്യങ്ങൾ, എല്ലാം ശരിയാകും. അപ്പോൾ ഇതാ കായ നമുക്ക് മോര് ജാറ് വെക്കണം. ഇത് നമ്മൾ സാമ്പാർ ഇട്ട് മേടിക്കുമ്പോഴത്തേനും ഉണ്ടാവുന്ന കായയാണ്. സാമ്പാറിൽ കായ ഇടുന്നത് കുറവാണ്, ഇടാറില്ല എന്നല്ല, ഇടുന്നത് കുറവാണ്. അപ്പോൾ അങ്ങനെ 2 കായ അതിലുണ്ടായിരുന്നു, എടുത്ത് മാറ്റി വെച്ചിരുന്നാണ് ചാറ് വയ്ക്കാൻ വേണ്ടി. അപ്പം നമുക്ക് കുഞ്ഞു മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ മോര് കാച്ചുന്നത്. മറ്റേ ചട്ടിയിൽ ഞാൻ ഇന്ന് കാഴ്ചയിൽ ഞാനപ്പോൾ ഇന്ന് ഈ ചട്ടി എടുക്കാമെന്ന് ഓർത്ത്. എപ്പോഴും അതിലാണ് ഞാൻ മറ്റേ നമ്മുടെ കാതുള്ള ഒരു കുഴിവുള്ള ചട്ടിയില്ലേ. അപ്പം നമ്മളിതാ കായ വേവിക്കാൻ വേണ്ടി മഞ്ഞളും ഉപ്പും പിന്നെ പച്ചമുളക്, കുറച്ച് വേപ്പില, പിന്നെ നമ്മുടെ കായ ഒരു കുഞ്ഞി ഇച്ചിരി വലിപ്പത്തിലാണ് കേട്ടോ. ഒരു ക്യൂബ് പോലെ, ക്യൂബല്ല, കുറച്ച് കട്ടിക്കാണ് ഞാൻ അരിയുന്നത്. നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും എന്താ നമ്മുടെ പായസമൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ചൂടൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. ഇളക്കിയ കൂട്ടത്തിൽ കുറേയൊക്കെ അവിടെ ഇവിടെ തെറിച്ച് വീണ്. ശർക്കര ആകുമ്പോഴത്തേന് ഇത് തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തെറിക്കും, പട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടും. അപ്പം ഇങ്ങനെ പൊട്ടുന്നല്ല, ഇങ്ങനെ തെറിക്കും. അപ്പോഴത്തേനും അവിടെ ഇവിടെയൊക്കെ വീണിട്ടുണ്ട്. അപ്പം അതൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്തേക്കുക. എന്നിട്ട് നമുക്കിതാ ഈ കായ വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ കക്ക വേവിക്കാൻ വെച്ചിട്ടുള്ള കാര്യം മറക്കരുത്. അതൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ച് വെച്ച് വേവിക്കും തോറും വെള്ളം ഇറങ്ങി വരും. പിന്നെ വെള്ളം കുറച്ച് പറ്റിക്കഴിയുമ്പോഴത്തേനും തുറന്ന് വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. അങ്ങനെയാണ് ഇപ്പം നമ്മൾ കക്ക വേവിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ഇവിടെ നമ്മുടെ മോര് കാച്ചാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞ് മിക്സിയുടെ ജാർ എടുത്തു. കാരണം നമുക്കിത് രാത്രിത്തേക്കുള്ള കറിക്ക് വേണ്ടി എന്നുള്ളൊരിതിനാണ്, കുറച്ച് മതി. അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറാണ്, പക്ഷെ എന്നാലും ചാറ് ബാക്കിയുണ്ടാവും. കക്കിറച്ചി തീരും കേട്ടോ, ചാറ് ബാക്കിയുണ്ടാവും. അപ്പം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മോര് കാച്ചാനായിട്ട് നമ്മൾ വെളുത്തുള്ളി, കുറച്ച് ജീരകം, സാജീരകമാണ് കേട്ടോ. സാദാ ജീരകം എന്ന് പറയില്ലേ, ഇറച്ചിക്കിടുന്ന ജീരകമല്ല, പെരുംജീരകമല്ല, സാധാരണ ജീരകം, 2 അതിൽ വേപ്പില, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചിട്ട് വരാം. മഷി പോലെയെന്നും പറയും, വെണ്ണ പോലെയെന്നും പറയും, പട്ട് പോലെയെന്നും പറയും. ഒക്കെ എങ്ങനെ വേണമെങ്കിലും നല്ല പതുപ്പായിട്ട് നമുക്കത് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു കപ്പിലല്ല, നമ്മുടെ ഇപ്പോൾ ഒരു കറിപ്പാത്രത്തിൽ ഇതിപ്പോൾ 2 കപ്പ് തൈരുണ്ട്. കാരണം ഈ തൈരിന് അത്രയ്ക്ക് പുളിയില്ല. പുളിയുള്ളതാണെങ്കിൽ നമുക്ക് 1 കപ്പ് എടുത്താൽ മതി. ഇപ്പോൾ 2 കപ്പ് തൈര് ഞാനൊരു കറിപ്പാത്രത്തിലാക്കി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കായ നന്നായിട്ട് വേകട്ടെ. അപ്പോഴേക്കും പിള്ളേരൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ പായസം നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നൊസ്റ്റുള്ള സാധനമാണ്. കാരണം ഞാനൊരു 90s കിഡാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ നമുക്ക് ചില ദിവസങ്ങളിൽ ചെറുപയർ പായസം കിട്ടും. അപ്പോൾ അതുപോലെ സ്കൂളിൽ നിന്ന് പോരുമ്പോൾ ലാസ്റ്റ് ഡേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്കൂളിൽ നിന്ന് തന്നു വിടുമല്ലോ, ചെറുപയർ, പരിപ്പ്. അപ്പോൾ അതൊക്കെ തന്നു വിടുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മ വെച്ചിരുന്നൊരു മെയിൻ സാധനമാണ് ചെറുപയർ പായസം. ഇപ്പോൾ ജോക്കുട്ടനാണെങ്കിൽ അംഗനവാടിയിൽ നിന്ന് നമുക്ക് ചെറുപയറിൻ്റെ പായസം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം സന്ധ്യയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു 6:30-7 മണി വരെ നമ്മൾ എന്തായാലും ഫ്രണ്ടിലെ ഡോറും ജനലും അടച്ചിടും. ട്യൂഷൻ്റെ സമയത്ത് പറ്റില്ല കേട്ടോ, അപ്പോൾ ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൊതുക് കയറും. കിടക്കുന്ന മുറിയുടെ ഡോറും നമ്മൾ അടച്ചിടും. പിന്നെ ഇപ്പോൾ പണ്ടത്തെ ഒരു സമയത്തെ സംബന്ധിച്ചിടത്തോളം, പിന്നെ എണ്ണീറ്റ് വന്നപ്പോൾ എനിക്കൊരു പുന്നാര തോന്നിയിട്ട് ഒരു ഉമ്മ കൊടുക്കാറ് കേട്ടോ. പണ്ടത്തെ ഒരു സമയത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ചൂടെന്നല്ല കേട്ടോ, കൊതുകല്ലേ കൊതുക്. ചൂട് കാരണം കൊതുകൊക്കെ ഇല്ലയെന്ന് തന്നെ തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ ഞങ്ങളിതാ പ്രേമലു സിനിമ വന്നിട്ടുണ്ടല്ലോ ഹോട്ട്സ്റ്റാറിൽ, അതും കണ്ടുകൊണ്ടിരുന്നു. ആ പായസമൊക്കെ കഴിക്കുകയാണ് പിള്ളേർ. ജോക്കുട്ടൻ മുഴുവൻ കഴിച്ചു കേട്ടോ, അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. മോള് കുറച്ചേ കഴിച്ചുള്ളൂ. തത്തി കുറച്ച് എന്നെ പേടിച്ചൊരു ഇച്ചിരിക്കോളം കഴിച്ചു.
അപ്പം ഞാൻ എന്താ അവിടെ ആ നേരം കൊണ്ട് കായ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി, കാരണം നമ്മൾ അരപ്പിട്ട് കഴിയുമ്പോഴത്തേനും ഓൾറെഡി മൺചട്ടിയാണ്, തിളച്ച് പോയി അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ അതാ ആ അരച്ച് വെച്ച മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതേ മിക്സിയുടെ ജാറിൽ തന്നേക്ക് ഞാൻ ആ 2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അടിച്ചൊന്ന് മോരാക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ, കാരണം അല്ലെങ്കിൽ ഇങ്ങനെ തിളയ്ക്കും. ഇപ്പം തന്നെ കണ്ടോ എൻ്റെ അരികത്തു നിന്നൊക്കെ തിള ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം മോരൊഴിച്ചപ്പോഴത്തേനും ഒന്ന് കൂളായി, പിന്നെ അത് ഓഫ് ചെയ്തു. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത്, നമുക്കിത് താളിച്ചിടാം. മോര് ചാറിലൊക്കെ ഏറ്റവും കൂടുതൽ അതിനെ ഹൈലൈറ്റ് ആക്കുന്നൊരു സാധനമാണ് താളിച്ചിടുക. താളിച്ചിടുമ്പോഴത്തേനും എന്തായാലും കായം ചേർത്തോളൂ കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അവിടെ നിന്ന് കോരി ഇച്ചിരി ഇങ്ങോട്ടിട്ട് അങ്ങനെ ഒരു ഏർപ്പാടുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതും കൂടി ഒന്ന് ചെയ്തോളൂ. ഇളക്കിനൊരു പച്ചമുളക് താഴത്തേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞി ചട്ടിയാണ്. അപ്പോൾ അതങ്ങനെ നമ്മുടെ രാത്രിത്തേക്കുള്ള ചാറ് കറി അവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കക്ക അവിടെ ഞാൻ പറഞ്ഞല്ലോ 10-20-25 മിനിറ്റ് വേണം കക്ക വേകാനായിട്ട്. നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുത്ത് വരുമ്പോഴത്തേനും തന്നെ അരമണിക്കൂറാവും. പക്ഷേ ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ ഗ്യാസ് പോകുന്നതോ സമയം പോകുന്നതോ അറിയത്തില്ല. അപ്പോൾ നമുക്കിതാ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. പച്ചമുളകും വേപ്പില എല്ലാം വേണം. അപ്പോൾ ഞാൻ പുറത്ത് അതൊക്കെ ആ സമയമാകുമ്പോൾ തന്നെ അതിലേക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് ടേസ്റ്റ്, എന്നാലും പൊളിക്കാനുള്ള മടി കൊണ്ട് ഞാൻ സവാളയാണ് 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ കക്ക വേവിച്ച അതേ പാത്രം ഒന്ന് ചുറ്റിച്ച് കഴുകി, കക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചുറ്റിച്ച് കഴുകിയ ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള, നമ്മുടെ വെളുത്തുള്ളി, ഇത്രയും സംഗതികൾ ഇടുക. അതിലേക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ കുനുകുനാന്നല്ലല്ലോ, ഇതിപ്പോൾ എങ്ങനെയാ, നീളത്തിലും അല്ല വട്ടത്തിലും അല്ല, അരിഞ്ഞിടുക, ഇത്രേ ഉള്ളൂ. അരിഞ്ഞിട്ട ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇടണം കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയി. അതിലേക്ക് മുളക് പൊടി ഇടുക. ഇത്രയും മുളക് പൊടി ഇടണ്ട, ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഞാനിപ്പോൾ ഇട്ട 2 ടീസ്പൂണിൻ്റെ 1 ടീസ്പൂൺ മതി. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കക്ക ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ പൊടികളെല്ലാം മസാലപ്പൊടി അടക്കം ഇട്ട് കക്ക വേവിച്ചിട്ട് വെറുതെ ഉള്ളിമുളകും വാട്ടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ മുളക് പൊടിയും കൂടി ഇട്ട ശേഷം ഈ കക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതാണ് അടിപൊളി. പക്ഷെ ഞാനിപ്പോൾ ഇത് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റിൻ്റെ ചിക്കൻ മസാല ഇല്ലേ, അതാണ് ഇട്ട് കൊടുത്തത്. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ അതങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വേവിക്കണം എന്നില്ല. അടച്ചു വേവിച്ചാലും വിഷയമില്ല, പക്ഷെ അടച്ചു വേവിക്കുന്നതിലും നല്ലത് നമുക്കിങ്ങനെ മണി പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ തുറന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചധികം നേരം കുക്ക് ചെയ്യണം. ഇതിടക്കൊന്ന് പൊട്ടിയൊക്കെ തെറിക്കും കേട്ടോ, അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ അതവിടെ ഇരുന്നങ്ങ് റെഡി ആയിക്കോട്ടെ. അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും മക്കൾ ചൂട് സഹിക്കാണ്ടായപ്പോഴത്തേനും അവർ ജനലൊക്കെ തുറന്നിട്ടാ. അപ്പം ഞാൻ കരുതി എന്തായാലും വീടിൻ്റെ അകമൊക്കെ അടിച്ചിടാം. അപ്പോൾ വീടിൻ്റെ അകമൊക്കെ വേഗം ഒന്ന് അടിച്ചിടാണ്. നമുക്കിനി പ്രാർത്ഥന എത്തിക്കണം. നമുക്ക് വീടിൻ്റെ വലിയ വീടൊന്നും അല്ല കേട്ടോ, എന്നോട് ഹോം ടൂർ കാണിക്കാൻ പറഞ്ഞിരുന്നു കുറേ പേര്. ഞാൻ കാണിക്കാം. നമുക്ക് വലിയ വീടൊന്നുമല്ല, കുഞ്ഞു വീടാണ്. അപ്പം ഞാൻ ഓർക്കും കേട്ടോ, പണ്ടത്തെ ഈ വീട് ഇതിലും ചെറിയ വീടായിരുന്നു. മനുവേട്ടനാണ് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയാക്കി വേറെ കിച്ചൺ എടുത്ത് തന്നു. പണ്ടത്തെ കിച്ചൺ ഭയങ്കര കുഞ്ഞു കിച്ചണായിരുന്നു. പക്ഷെ എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ ആ സമയത്ത്. നമ്മളൊരു ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് താമസിക്കുമ്പോൾ അത് വലിപ്പമല്ല, എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിലെ ഒരു എല്ലാവരും കൂടിയുള്ള ഒരു ഹാപ്പിനെസ് ഇല്ലേ, അതാണ് ഏറ്റവും വലുത്. ഞാൻ ഒരു ദിവസം ഹോം ടൂർ ചെയ്യാം കേട്ടോ. ഹോം ടൂർ വേണോ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, കമൻറ്റ് ബോക്സിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഐസ് ഇങ്ങനെ ടവലിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് മുഖത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും. അതിനുശേഷം എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഐസിട്ടിട്ട് മുഖം മുക്കി വെക്കണം എന്നുണ്ട്. പക്ഷേ എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര തുമ്മൽ വരും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പാക്ക് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഏകദേശം ഒരു 6:15 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അന്നമോള് കുളിക്കാൻ പോയി, ഇനി ജോക്കുട്ടിനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഫേസ് പാക്ക് ഇടാൻ പോയപ്പോൾ എൻ്റെ കൊച്ചു ബ്യൂട്ടീഷ്യൻ അമ്മയ്ക്ക് ഞാൻ പാക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വരികയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ അവിടെ ഇരുന്ന് പ്രേമലു കാണുന്നുണ്ട്, അവൻ ചിരിക്കണുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർത്തേ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴത്തേനും അവൻ എന്നെ കണ്ടിട്ടാണോ അല്ലെങ്കിൽ TV കണ്ടിട്ടാണോ പ്രേമല് കണ്ടിട്ടാണോ ചിരിക്കണമെന്ന് അറിയില്ല. അപ്പം അന്നമോൾ കുളി കഴിഞ്ഞ് വന്നു. അവളും എനിക്ക് ഇങ്ങനെ പാക്ക് ഇട്ട് തരും. ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു തരാം. ലാസ്റ്റ് ആയപ്പോൾ അവൻ പറയണേ,
അവനും വേണമെന്ന് മുഖത്തിടാൻ. ഞാൻ പോടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വല്ലതൊക്കെ മുഖത്തിട്ട് കൊടുത്തിട്ട് ഇനി തൈരൊക്കെ ആസിഡല്ലേ, അപ്പോൾ എന്തെങ്കിലും പറ്റിയാലോ, അപ്പോൾ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു, അവൻ്റെ മേല് കഴുകിച്ചു, എൻ്റെ മോള് കുളിച്ചിട്ട് വന്നു. അപ്പോൾ അതിനിടയ്ക്ക് പോയി കക്കയൊക്കെ ഞാൻ നോക്കി നല്ല മണി പോലെ ആയപ്പോഴത്തേനും ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ സമയം എന്താ 8:15 ആയിട്ടുണ്ട്. നമുക്കിനി പ്രാർത്ഥന എത്തിക്കണം. അപ്പോൾ ഇനി പ്രാർത്ഥന എത്തിക്കുന്ന ഒരിതാണ്. പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് രസമാണ്, അതിൻ്റെ ഇടയിൽ കൂടി തല്ലുപിടിക്കും രണ്ടുപേരും കൂടി. അപ്പോൾ എപ്പോഴും പ്രാർത്ഥന എത്തിച്ച് നമ്മളെ ഏട്ടനെ വെയിറ്റ് ചെയ്യും. പക്ഷേ 8:30 കഴിഞ്ഞിട്ട് ഏട്ടൻ എത്തിയില്ല എന്നാണെങ്കിൽ നമ്മൾ അത്ര നേരം പിന്നെ വൈകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൊന്തയ്ക്ക് വേണ്ടി ഇടിപിടിക്കുകയാണ് രണ്ടാളും കൂടി. അതുകൊണ്ട് എൻ്റെ മക്കൾ പ്രാർത്ഥന എത്തിക്കാൻ വേണ്ടി എന്നെ നോക്കി റിക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന അങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമാണല്ലേ, ആ ദിവസത്തെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ദൈവത്തിൻ്റെ മേലെ ഇറക്കി വയ്ക്കുകയല്ലേ. അപ്പോൾ എപ്പോഴും പതിവ് പോലെ പ്രാർത്ഥന അവസാനിക്കാറായപ്പോഴാണ് ചേട്ടൻ വന്നത്. ചേട്ടനും ബാക്കിയുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കൂടെ കൂടി. പിന്നെ ഞങ്ങളിതാ രാത്രിത്തെ ഫുഡ് ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന പരിപാടിയാണ് കേട്ടോ ബിഗ് ബോസ്. എത്ര പേരുണ്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ബിഗ് ബോസ് കാണുന്നത്? എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, പലർക്കും പല അഭിപ്രായമാണ്. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ്, കാണാൻ താല്പര്യമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കളി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ക്രിക്കറ്റ്. ഏട്ടനപ്പം അതും വെക്കും, ഞങ്ങൾ ഇതും കാണും, മാറ്റി മറിച്ചൊക്കെ അങ്ങനെയൊക്കെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈവനിങ് ടു നൈറ്റ് വ്ളോഗ്. ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്